തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ പലതരം തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ ടേണിംഗ് പോയിൻറ്റുകളാകും, വഴിത്തിരിവുകളാകും അല്ലേ. അപ്പോൾ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നന്നായി നമ്മൾ ആലോചിക്കാറുണ്ട്. ചിലരെന്താണ്, നമ്മളെക്കാൾ മുതിർന്നവരോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളോടോ ഒക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട് ഇല്ലേ. പിന്നെ അഭിപ്രായം നല്ല രീതിയിൽ പറഞ്ഞു തരും എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടൊക്കെ അന്വേഷിക്കാറുണ്ട്, കൂട്ടുകാരുമായിട്ടുമൊക്കെ. അങ്ങനെ പലതരത്തിലും നമ്മൾ ആലോചിച്ചിട്ടായിരിക്കാം ജീവിതത്തിലെ പല തീരുമാനങ്ങളും എടുക്കുന്നത് അല്ലേ. നമ്മളിപ്പം ഒരു വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു, പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു അല്ലേ, എന്നിട്ട് വിവാഹത്തിന് തയ്യാറാകുന്നു. അതുപോലെ തന്നെ ഒരു പയ്യനെ ആയാലും അങ്ങനെ തന്നെ നമ്മൾ തിരക്കി അന്വേഷിച്ചിട്ടൊക്കെയാണ് അത് വിവാഹത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള തീരുമാനങ്ങളത്. ഇതിനപ്പുറത്തേക്കൊരു തീരുമാനമുണ്ട്. ഈ തീരുമാനങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതാണ്. അത്തരം തീരുമാനങ്ങൾക്ക് നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എന്നാണ് പറയുക. അതായത് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുന്നു. അത് ഏത് രീതിയിലാവും, പോസിറ്റീവായിട്ടുള്ള കാര്യമാകാം, നെഗറ്റീവായിട്ടുള്ളതായിരിക്കാം. ഒരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോസിറ്റീവിനെ കുറിച്ച് മാത്രം, ഇപ്പം നമ്മൾ നെഗറ്റീവിനെ കുറിച്ചൊന്ന് ഞാൻ പറയാം. നമ്മുടെ വീട്ടിലൊരു കുടുംബ കലഹമുണ്ടാകുന്നു. അപ്പോൾ കുറേ ആളുകൾ താമസിക്കുന്നു എന്ന് വിചാരിക്കുക. ചേട്ടനും അനിയനും അല്ലെങ്കിൽ അച്ഛൻ്റെ ചേട്ടനോ ഇങ്ങനെ കുറേ കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുന്നു എന്നൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് ഇനി എനിക്ക് ഈ വീടുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തീരുമാനിക്കുന്നത്? അയാൾക്ക് പോകാനായിരുന്നെങ്കിൽ നേരത്തെ പോകാമായിരുന്നു അല്ലേ. പക്ഷേ അപ്പോൾ അയാൾ അങ്ങനെ തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും ആ സന്ദർഭത്തിന് അനുസരിച്ചുണ്ടായ അയാളുടെ വിചാരങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണത് അല്ലേ. ഒരിക്കലും മനസ്സോടുകൂടി ആയിരിക്കില്ല, പൂർണ്ണ മനസ്സോടുകൂടി ആയിരിക്കില്ല. ആ ദേഷ്യം അപ്പോഴുണ്ടാകുന്ന ഒരു വഴക്കെന്ന് പറയുമ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെയാണ് വരുന്നത് അല്ലേ. അത്തരത്തിലുള്ള ദേഷ്യവും സങ്കടവും എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ താനവിടെ ജയിക്കും എന്ന് വരുത്താനായിട്ട് ഒക്കെ എടുക്കുന്നതാണ് അങ്ങനത്തെ ഉള്ള തീരുമാനങ്ങൾ. ചിലർ പറയുന്നു, ഞാൻ നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ഒരു നിമിഷം അയാൾക്ക് ജയിക്കാൻ അയാളുടെ മനസ്സ് ചിലപ്പോൾ തോന്നിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയൊന്ന് പറയൂ. പലപ്പോഴും പലരും വേദനിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു വഴക്കുണ്ടാകുമ്പോൾ അനാവശ്യമായിട്ടുള്ള വാക്കുകളും സംസാരങ്ങളും ഉണ്ടാകും. അതൊക്കെ മനഃപൂർവ്വം പെട്ടെന്ന് പറയുന്നത്, ജയിക്കണം, തനിക്ക് അവിടെ ജയിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഇപ്പം പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കൊരു വഴക്കും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ സഡനായിട്ട് ഒരു കാര്യം തീരുമാനിക്കല്. എല്ലാം സാവധാനത്തിൽ ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തെറ്റായി വരും. നേരെ മറിച്ച് ഒരു പോസിറ്റീവായൊരു കാര്യത്തിനാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും, ശുഭസ്യ ശീഘ്രം എന്ന് പറയും. അതായത് ശുഭകാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വേണം ചെയ്യുവാൻ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്കൊരു ജോലി വരുന്നു, നാളെ തന്നെ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നാളെയോ വീട്ടുകാരെ വിട്ടിട്ട് പോകണ്ടേ, അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നൊരു ജോലിയാണ് ആവശ്യം. അപ്പം നാളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ജോലി കിട്ടുമെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലേ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു തീരുമാനവും പെട്ടെന്ന് അങ്ങോട്ട് എടുക്കരുത്. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ തോന്നും, പക്ഷെ അപ്പോൾ ചിന്തിക്കണം, ഇങ്ങനെ ഞാനൊരു തീരുമാനം എടുത്താൽ അത്
പ്രശ്നം ഉണ്ടാക്കും. ചിലരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, വഴക്കിട്ടിട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെ അല്ലെങ്കിൽ ഇത് എവിടോട്ട് പോകും, എങ്ങോട്ട് പോകും, എങ്ങനെ ജീവിക്കും, ജോലിയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പിന്നെ വരും. അപ്പോഴെന്താണ്, സമയം വൈകിപ്പോവും. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മുന്നിൽ നാണക്കേടുണ്ടായിട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പലരും ഒരു വിലയും കൽപ്പിക്കുകയില്ല. മനസ്സിലായോ? അപ്പം നമ്മളായിട്ടാണ് അവിടെ നമ്മുടെ വില കളയുന്നത്. നമ്മളായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ വികാരങ്ങൾക്ക് അടിമപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലേ. നമ്മളെന്തായാലും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഒന്നുകിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരിക്കും, അച്ഛനും അമ്മയല്ലേ എന്ന് കരുതാം. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ താമസിക്കാൻ അവകാശം ഉള്ള ഒരു വീട്ടിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്. ആ അവകാശം ഉള്ളതുകൊണ്ടാണ് നമ്മളവിടെ താമസിക്കുന്നത്. അല്ലാതെ അയലത്തെ വീട്ടിലല്ലോ നമ്മൾ പോയി താമസിക്കുന്നത്. അപ്പം പെട്ടെന്നൊക്കെ തീരുമാനം നമ്മൾ ഇറങ്ങിപ്പോകുമോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പവർ ഉണ്ടായിരിക്കണം. നല്ല ജോലി, വരുമാനം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ത്രാണിയൊക്കെ ഉണ്ടാകണം. നമുക്ക് സപ്പോർട്ടിന് കുറേ ആളുകളുണ്ടാവണം. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവരുത്. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് നമ്മൾ ഇറങ്ങിപ്പോകരുത്. മനസ്സിലായോ? മറ്റുള്ളവർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ പോവാം. അല്ലാതെ പല കാര്യങ്ങളിലും ചെയ്യുന്നത് പോലെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു തീരുമാനം എടുക്കരുത്. ഓക്കെ.